ദുർഗാപൂജയുടെ ദിനങ്ങൾ അടുത്തു വരുമ്പോൾ ഹിന്ദുക്കൾ ഭയന്ന് വിറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലുള്ളത്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ ക്ഷേത്രങ്ങൾക്കെല്ലാം ഈ മതമൗലികവാദ സംഘടനകൾ നോട്ടീസ് നൽകി. ആ നോട്ടീസിൽ പറയുന്നത് 5 ലക്ഷം രൂപ നൽകിയെങ്കിൽ മാത്രമാണ് പൂജ നടത്താൻ ഈ ക്ഷേത്രങ്ങളെ അനുവദിക്കുകയുള്ളൂ എന്നാണ്. ഇതിനു മുൻപൊരു വാർത്ത വന്നിരുന്നു, ഈ ദുർഗാപൂജയും മറ്റും നടത്തുന്ന ചെറു സംഘങ്ങളും കുടുംബക്കാരുമൊക്കെ പണം തന്നെങ്കിൽ മാത്രമാണ് പൂജ നടത്താൻ അനുവദിക്കുകയുള്ളൂ. കാരണം ഈ രാജ്യത്ത് ഇനി ഇതൊന്നും അനുവദിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. 5 ലക്ഷം ബംഗ്ലാദേശ് ഢാക്കയാണ് നൽകേണ്ടത് എന്നും ഈ സംഘടനകൾ പറയുന്നു. ഈ സംഘടനകൾ നൽകിയ മുന്നറിയിപ്പ് പ്രസിദ്ധപ്പെടുത്തുകയോ മറ്റുള്ളവരെ അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കഷ്ണമാക്കി നുറുക്കി എറിയും എന്നുകൂടി ഈ കത്തിൽ പറയുന്നു. ഏതായാലും ദുർഗാപൂജ നടക്കുന്ന ഒക്ടോബർ 9 മുതലുള്ള ദിനങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ബംഗ്ലാദേശിൽ ഉണ്ടാകുമെന്ന് ബംഗ്ലാദേശ് പോലീസും കരുതുന്നു. കാരണം ഇതിനു മുൻപ് ഒരു സുശക്തമായ സർക്കാർ ബംഗ്ലാദേശിലുണ്ടായിരുന്ന സമയത്തും ഈ ദുർഗാപൂജയുടെ ഇടയിൽ ദുർഗാ പന്തലുകൾ തകർക്കുന്നതും വിഗ്രഹങ്ങൾ തകർക്കുന്നതും ഒരു നിത്യസംഭവമായി മാറിയിരുന്നു. ഇപ്പോൾ അത്തരത്തിലല്ല ബംഗ്ലാദേശിലെ കാര്യങ്ങൾ. ഒരു സുസ്ഥിരമായ ഭരണമില്ല, മതമൗലികവാദികൾ എങ്ങും അഴിഞ്ഞാടുന്ന ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൽ വീണ്ടും ഒരു ദുർഗാപൂജ വരുമ്പോൾ സ്വാഭാവികമായി തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുമെന്ന് ഭയന്നാണ് അവിടുത്തെ ഹിന്ദുക്കൾ കഴിഞ്ഞുകൂടുന്നത്. ഏതായാലും ദുർഗാപൂജയ്ക്ക് മികച്ച പന്തലിന് സമ്മാനവുമൊക്കെ ഇടക്കാല സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു ആശ്വാസമായി ഹിന്ദുക്കൾ കരുതുന്നില്ല. കാരണം ഏതു നിമിഷവും ഈ മതമൗലികവാദ സംഘടനകൾ തങ്ങളെ തകർക്കും, വധിക്കുമെന്ന്. കാരണം ക്ഷേത്രങ്ങളിലെ പൂജയ്ക്ക് പോലും 5 ലക്ഷം രൂപ വേണം എന്ന് പറയുമ്പോൾ ആ ഒരു രാജ്യം എത്തി നിൽക്കുന്ന അവസ്ഥ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.